بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، إن شاء الله ഇനി കുറേ നേരൊന്നും വാഴ ചെന്നിട്ട് പ്രൊട്ടസ്റ്റെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വലിയ സുസ്തുലിൽ നിന്ന് നിങ്ങളെ മുന്നോളൂ ഉപദ്രാക്കൊന്നും നാ ഉദ്ദേശിക്കില്ല. ഇവിടെ വന്നതുകൊണ്ട് മാത്ര കൊറിയനാറ തെല്ല് വിഷയം മാത്രം ചെന്നിട്ട് നടിപ്പാട്ടിയിട്ടുള്ള ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മജ്ലിസിലെ വാർഷികവും ഈ വലിയ ബറക്കത്താക്കപ്പെട്ട മജ്ലിസ്, അഹ്ലു ബൈത്തും ആലിമീങ്ങളുമുള്ള മജ്ലിസ്, അല്ലാഹുവേ ഈ മജ്ലിസും ഇതൊക്കെ സഹകരിച്ചാൽ മാറും ഇവിടെ വന്ന് കൂടിയങ്ങനത്തെ ഹിരിയങ്ങും ബാലക്കാറും പെണ്ണിങ്ങും മക്കം എല്ലാവർക്കും വലിയ ഖൈറും ബറക്കത്തും ഇസ്സത്തും നീ കൊടുത്തു അനുഗ്രഹിക്കുന്നു റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഒരു മജ്ലിസായിരിക്കണം. എന്തുകൊണ്ടും വലിയ ബറക്കത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടമുള്ള അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് തന്നങ്ങനത്തെ ഒരു മജ്ലിസ് ചെല്ലുന്ന വിഷയത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടാ ഒരു ചെറിയ കണക്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്കു ഇന്നെങ്കിൽ അതുക്കുള്ള ബർക്കത്തേ വേറെ. ഞങ്ങളുടെ അഹ്ലു ബൈത്ത് തങ്ങന്മാരെ ബഹുമാനിച്ചുകൊണ്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുമാരും അഹ്ലു ബൈത്തിനെ വലിയ ബഹുമാനിക്കടാറ് ആദരിക്കടാർ. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബ പരമ്പരയിൽ ബന്ധിച്ചിട്ടുള്ള ഒരു കാരണം കൊണ്ടായിട്ട് കിടും. ലോകത്ത് കഴിഞ്ഞു പോയ ഏത് മഹാന്മാരെ ചരിത്രം എടുത്തു നോക്കുന്നു, അങ്ങനെ എല്ലാവരുടെ ചരിത്രത്തിലും കണ്ടത് നബിത്തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടാ അതൊക്കെല്ലാം അങ്ങ് വലിയ ബഹുമാനം കൊടുത്താർ, അതൊക്കെല്ലാം അങ്ങ് വലിയ മഹത്വം കൊടുത്താർ. ഇണ്ടും യൂപ്പിലെ ബറേൽവിലുള്ള അവിടെ ആ മറപ്പെട്ട് കിടക്കടങ്ങത്തെ ನಾಳೆ ಸೇದವರ್ಗಲ ಶಾಲು ಹೊತ್ತಿಸುವ ಮೂಲಕ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಗೌರವ ಸ್ಮರಣಿಕೆ ನೀಡಲಿಕ್ಕಿದ್ದೆ. ಎಲ್ಲ ಮಹನೀಯರ ಸಮ್ಮುಖದಲ್ಲಿ ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. അഹ്ലു ബൈത്ത് തങ്ങന്മാർ അമ്പത്തുകു അകല വയസ്സ് ചെറുതിന്നെങ്കിലും വലുതിന്നെങ്കിലും അത് ആലിമീങ്ങ ആയിട്ടിന്നെങ്കിലും ആലിമീങ്ങ അല്ലെങ്കിലും
നഗലെ പള്ളി ഓപ്പണും പള്ളിയുടെ മജിലിസും സ്വലാത്തറ മജിലിസും കുട്ടിയടിക്കും നിക്കാഹും ഏത് പക്കത്തും അങ്ങനെ കൂട്ടിയോണ്ട് പണ്ടതും അങ്ങനെട്ടിങ്ങനെ മന്ത്രിച്ച് ഊതുപാട്ടതും അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉള്ള തടിയായത് കൊണ്ടായിട്ട് കിട് യൂപ്പിലുള്ള ബറേൽവിലുള്ള അലാ ഹസ്രത്ത് മുജദ്ദിദെ ദീനോ മില്ലത്ത് ഇമാം അഹ്ലുസ് സുന്നത്ത് അഹ്മദ് റസാ ഖാൻ റളിയല്ലാഹു അൻഹു വലിയ അറിയപ്പെട്ട ആലിം എല്ലാ ഫണ്ണിലും വലിയ കിതാബ് തരീടങ്ങനത്തെ വലിയ മഹാനായ ഒരു ആലിം വലിയ ആശിഖുർ റസൂൽ പണ്ടല്ല വാളുകിബേനായിട്ട് ഉസ്താദുമാർ പോകുമ്പത്തുകു ഇണ്ടത്തെ പോലെ കാരൊന്നും ഇല്ലാത്ത കാല അപ്പ ഒരു പല്ലക്കിലായിട്ട് കിട് നാല് മൂത്ത് മാലുമാരിങ്ങനെ വാളുക ഉത്താക്കിക്കൊണ്ട് പോയോണ്ടിന്നെ സ്റ്റേജിൽ പറയുമ്പത്തുകു വലിയ ആലിമായിട്ടില്ലെങ്കിൽ ഒരു പല്ലക്കിൽ ഇങ്ങനെ ആലിമയുടെ ദൈപ്പാടിട്ട് നാല് മൂത്ത് മാൽമാർ പിടിച്ചിട്ട് വലിയ ബഹുമാന ആദരവോടുകൂടി മെറവണികൾ സ്റ്റേജിൽ കുട്ടികൊണ്ട് വന്നേ പണ്ടത്തെ ഒരു കാലം 100 വർഷം മുതൽ അപ്പൊ അങ്ങനെ യുപിയുടെ വലിയ അറിയപ്പെട്ട ഉത്തർപ്രദേശത്തെ ഒരു പ്രദേശത്തേക്ക് വാളുകബേനായിട്ട് അഹ്മദ് റസാ ഖാൻ റളിയല്ലാഹു അൻഹുടെ കുട്ടിയോണ്ട് പോകുമ്പത്തുകു ഇടയിൽ ഒരു പക്കെത്തിയപ്പോ ചെല്ല് നണ്ടൊന്ന് കീലിരിക്കുന്നു നിങ്ങ വേഗ ഒന്ന് കീലിരിക്കുന്നു തന്നെ അങ്ങനെ വലിയ ആശ്ചര്യത്തോടെ അകല്ലാറും നോക്കിക്കൊണ്ട് പോയോണ്ടിരുന്ന ഇൽച്ചാറ് കീഴ് ഇൽച്ചിട്ടായപ്പോ കേക്കിട് ഈ നണ്ട് കുട്ടിയോണ്ട് വന്ന ടീമുള്ളൂ ഏതെങ്കിലും അഹ്ലു ബൈത്തുണ്ടാ ഏതെങ്കിലും തങ്ങമാർ ഇതിലുള്ളാറാ അപ്പൊ അതിൽപ്പെട്ട ഒരു ചെറിയ കിടാവു തങ്ങന്മാരിൽപ്പെട്ട ഒരു ചെറിയ കിടാവു ഇനിയും പ്രായപൂർത്തിയാവാത്ത കിടാവു വയസ്സാവാത്തങ്ങനത്തെ ഒരു ചെറുക്ക വലിയ ആലിമെന്തോ ആയിട്ടില്ല വലിയ വയസ്സൊന്നും വന്നിട്ടില്ല വലിയ ബുദ്ധിയൊന്നും വന്നിട്ടില്ല ചെറിയ ഒരു കിടാവു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു കിടാവുടെ കാട്ടിട്ട് ചെല്ലാറ് ഈ കിടാവല്ലാണ്ട് വരാറും അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളും ഈ മജ്ലിസിലില്ല ആ ടൈമിലായിട്ട് കിട് മഹാനായ അലാ ഹസ്രത്ത് അഹ്മദ് റസാ ഖാൻ റളിയല്ലാഹു അൻഹു ആ കിടാവുടെ പല്ലക്കിൽ ഇങ്ങനെ ദൈപ്പാടിട്ട് താനിങ്ങനെ ഉത്താക്കിയോണ്ട് പോയോണ്ടുണ്ടു അൽമാറയ്ക്ക് കിടാറ് ഈ ചെറിയ കിടാവുടെ പല്ലക്കിൽ ഇങ്ങനെ ദൈപ്പാടിട്ട് നിങ്ങ ഇത്രയും വലിയ ആലിമായി അറിയപ്പെട്ട മഷ്ഹൂറായ വാഇളായ വലിയ കിതാബ് തരീടെ വലിയ പണ്ഡിതനായ നിങ്ങ എന്തേ ഉത്താക്കിയോണ്ട് പോകുള്ള കാരണം അപ്പയാൾ ചെല്ലേ ഞാൻ എത്ര വലിയ ആലിമായെങ്കിലും എത്ര വലിയ കിതാബ് തരീടവുണായെങ്കിലും ആ ചെറിയ കിടാവുണ്ടല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബ പരമ്പരയിൽ വന്ന എന്ത് കിടാവത് അത് തങ്ങന്മാരിൽപ്പെട്ട എന്ത് കിടാവത് ആ കിടാവുക പിറമ്പത്തിയെ അല്ലാഹു വലിയ ശറഫ് കൊടുത്താ तेरे नस्ले पाक में है बच्चा बच्चा नूर का तू है आईने नूर तेरा सब घराना नूर का അലാ ഹസ്രത്ത് ചെന്ന് ഗറായിട്ട് കിടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളായിട്ട് ഖിയാമത്ത് നാളത്തോളം ഏതെല്ലാം കിടാവുക പണ്ട
അതല്ല ഈ ദുനിയാവിടെ വലിയ പ്രകാശായിട്ട് കിടും, അത് ഈ ദുനിയാവിടെ വലിയ നൂറായിട്ട് കിടും. അകലെ തടിയുടെ ഇഞ്ചിഞ്ചിലും സഞ്ചാറാക്കിയോണ്ടുള്ളത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോറയായിട്ട് കിടും. അതുകൊണ്ട് അകലെ ബഹുമാനിക്കണോ, അകലെ ആദരിക്കണോ, നമുക്ക് റെസ്പെക്ട് വെക്കണോ. അപ്പൊ അവിടുള്ള ആളുമാർ കേട്ടാറ്, ശിഷ്യന്മാര് കേട്ടാറ്. അല്ല അതെല്ലാം കേട്ട് നിങ്ങെങ്ങനെ ഗൊന്തായ ഇതിലൊരു അഹ്ലു ബൈത്തുണ്ടോ, നിങ്ങെങ്ങനെ ഗൊന്തായ ഇതിലൊരു സയ്യിദുണ്ടോ. അപ്പയാള് ചെല്ല് നക്കൊരു നല്ല കമ്മന ബന്ധു പോയിട്ടൊരു വലിയ സുഗന്ധ ബന്ധു പോയിട്ട് ആ സുഗന്ധ പലവട്ടം നണ്ട മുട്ടക്കിനാവുല ബന്ധങ്ങത്തെ നണ്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടിലുന്ന സുഗന്ധ നല്ല കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ അടിച്ചു പോയിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ആസ്വദിക്കുള്ള തൗഫീഖ് കിട്ടാലെ. കാരണം കുറെ ഹറാമു കാണ്ടകം തനങ്ങാം, ഹറാമു കേക്കിടങ്ങം തനങ്ങാം, ഹറാമു പൽക്കബറിയിടങ്ങം തനങ്ങാം. ബായ തുറന്നെങ്കിൽ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും ഇന്നർത്തര കുത്തിട്ടും ചിക്കിട്ടും ഇന്നർത്തര മനസ്സ് നൊമ്പലാക്കിട്ട് ജീവിക്കിടങ്ങം തനക്കൂ. ഹബീബായ നബി തങ്ങളെ കാണുക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാം മടക്കിടത് കേൾക്കുക, ആ ഹബീബിയുടെ മണന്നു ആസ്വദിക്കുക. ചിലപ്പോ സാധ്യമായിട്ട് കാലം മഹാന്മാർ അത് അല്ലാഹു തആല കൊടുക്കണം. ഇത് അഹ്മദ് റസാ ഖാൻ റളിയല്ലാഹു അൻഹു ഒരു നാള് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തശഹുദുൽ അത്തഹിയാത്തിൽ രണ്ട് മൂന്ന് വട്ടം സലാം ചൊല്ലി, അസ്സലാമു അലൈക അയ്യുഹൻ നബി, അസ്സലാമു അലൈക അയ്യുഹൻ നബി രണ്ട് മൂന്ന് വട്ടം ചൊല്ലുമ്പോ നിസ്കാരല്ല കഴിഞ്ഞാൽ പിന്നെ ശിഷ്യന്മാർ കേൾക്കടാറ്, എപ്പോഴും നിങ്ങൾ ഓർക്ക മാത്രല്ലേ സലാമു ചൊല്ലേ, ഇന്നെന്തേ മൂന്ന് വട്ടം അസ്സലാമു അലൈക അയ്യുഹൻ നബി ഇങ്ങനെ മൂന്ന് വട്ടം ചൊല്ലുള്ള കാരണം എന്തേ? അപ്പൊ മഹാനായ അഅ്ലാ ഹദ്റത്ത് അഹ്മദ് റസാ ഖാൻ റളിയല്ലാഹു അൻഹു ചൊല്ലി, ഞാൻ എപ്പോഴും നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി മദീനത്ത് കിടന്നങ്ങനത്തെ തന്റെ രാജാവുകളാണ് സലാം ചൊല്ലുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉത്തര ചൊല്ലതിനാണ് എപ്പോഴും കേട്ടോണ്ടിരുന്ന, എപ്പോഴും ഞാൻ സലാമു മടക്കിടത് കേക്കട. ഈ നണ്ട കാതുകൊണ്ട് സലാം എപ്പോഴും നിസ്കാരത്തിൽ നബി തങ്ങ മടക്കിടതിനാണ് കേക്കട. ഇണ്ട് ഉറക്ക ചെന്നപ്പെന്തുന്നക്ക് സലാമു ഉത്തര കേട്ടിട്ടില്ല. രണ്ട് മൂന്ന് പടനാണ് സലാമ ചൊന്നൽ പിന്നായിട്ട് കിട ഉത്തര കേട്ടത്. കാരണം ത്വലാഖ് സംബന്ധിയായ ഒരു മസ്അല അത് ചർച്ചയാകുവാനായിട്ട് യാറെ ടൈം എടുത്തു പോയത് കൊണ്ട് നക്ക് യാറെ സ്വലാത്ത് സലാമിണ്ട് ചൊല്ലുക സാധ്യയില്ല. അതുകൊണ്ടൊരു പ്രതിഷേധ രൂപത്തിൽ മൂന്ന് പട്ട സലാമു ചൊന്നൽ പിന്നായിട്ട് കിടും നന്റെ ഹബീബ് നന്റെ സലാമുക ഉത്തര ചൊന്നേ डाल दी कल्ब में अज़मते मुस्तफा सीदी आला हज़रत पे लाखों सलाम. മഹാന്മാരല്ല അങ്ങനെ നിസ്കാരത്തിൽ ഹബീബായ നബി തങ്ങു സലാം കേൾച്ചെന്നപ്പ ഇപ്പറ കേട്ടോണ്ടിട്ട്. കാരണം ഹറാമ് കേക്കിട കാതല്ല അത്. അക കിടന്നിറങ്ങുമ്പോ ഹബീബായ നബി തങ്ങ കിനാബുൽ വന്നോണ്ടിട്ട്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആൽമാർ വന്നിട്ട് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പോലെയുള്ള ആൽമാരട്ട വന്നിട്ട് കേക്കിടാറ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര വട്ട കണ്ടാറ്? സുബ്ഹാനല്ലാഹ് അങ്ങല്ല ചെൽഡാറ് 70 വട്ട കണ്ടണങ്ങാം, 80 വട്ട കണ്ടണങ്ങാം, 100 വട്ട കണ്ടണങ്ങാം. നിസ്കാരത്തിൽ സലാം ചൊല്ലുമ്പോ സലാം ഉത്തര കേക്കിടും. 30-40 വർഷത്ത് 50-60 വർഷത്ത് 70-80 വർഷത്ത് എല്ലാ ജാബും കിടന്നുറങ്ങിയോണ്ടുള്ള ഒരു നാളും നഗല കണ്ണുകൊണ്ട് ഹബീബിടെ കണ്ടോണ്ടില്ലല്ലേ.
ഒരു സലാമും ചൊല്ലുമ്പോ ഹബീബ് ഉത്തര ചൊല്ലതും ഞങ്ങളെ കാതുകി കേട്ടോണ്ടില്ലല്ലേ? ഞങ്ങളെ കാതുകു തുക്കി പിടിച്ചു പോയത് കൊണ്ടായിട്ട് കിടും, രണ്ടും നിന്നും കണ്ടുകു തുക്കി പിടിച്ചു പോയത് കൊണ്ടായിട്ട് കിടും, ഹറാമ് കൊണ്ട് നിറഞ്ഞത് കൊണ്ടായിട്ട് കിടും. ഫിത്ന ചെൽഡകം തനാവുലു, ഗീബത്ത് ചെൽഡകം തനാവുലു. ഇന്നൊരു മനുഷ്യരെ എപ്പോഴും ചിക്കിയോണ്ടും കുത്തിയോണ്ടും വെക്കിടകം തനാവുലു. സലാമു ചൊന്നെങ്കിൽ അത് ഹബീബ് വലിയ സന്തോഷമാവാലേ. ഏത് ടൈമിലും നിങ്ങൾ നല്ല മനുഷ്യന്മാരായിട്ട് വേണം. മത്തങ്ങ ഇന്നൊരു തരം മത്തങ്ങ അങ്ങ ഇങ്ങ ഞങ്ങളിട്ട സമയക്കിടാറായില്ലേ? അതിക്കട്ട പറ. ഇപ്പൊ ഞങ്ങളെ ഉത്കസമുണ്ടായില്ലേണ്ടെന്ന് നോക്കൂ. ഉമ്മടെ കണ്ടെങ്കിൽ അബ്ബകാവില്ല, അബ്ബടെ കണ്ടെങ്കിൽ മോണുകാവില്ല, എലോണ്ട കണ്ടെങ്കിൽ മൂത്തൊണുകാവില്ല, മൂത്തൊണ്ട കണ്ടെങ്കിൽ എലോണുകാവില്ല, മർമോളുടെ കണ്ടെങ്കിൽ മോളുക മാമികാവില്ല, മാമിയുടെ കണ്ടെങ്കിൽ മർമോളുകാവില്ല. സ്വന്തം ഉമ്മ അബ്ബടെ ഫിത്നാക്കിടങ്ങത്തെ മക്കമാറ്, സ്വന്തം മാമിയുടെയും മർമോന്റെയും ഗീബത്ത് ചെല്ലങ്ങത്തെ ഉമ്മമാറ്. ഇന്റെ മുസ്ലിം കുടുംബ ഗീബത്തിൽ നിറഞ്ഞു പോയിട്ട് ഗീബത്തില്ലാണ്ട് ജീവിക്കുക സാധ്യയില്ലാത്ത തരം ഞങ്ങളെ നാവും നിറക്കായി പോയങ്ങത്തെ കലീജായി പോയങ്ങത്തെ ഒരു ദുനിയാവല്ലേ ഇത്? എത്ര ഇബാദത്ത് ചെയ്തിട്ട് എന്ത് കാര്യമുണ്ടോ? കുറെ ഖുർആൻ ഓതുക, ദിക്റും തസ്ബീഹും സ്വലാത്തും മദനിയമും ഹദ്ദാദും എല്ലാം കറക്റ്റ് ഉണ്ട്. പക്ഷേ ആക്കിയതല്ല ആറുകാറുക കൊടുത്തോണ്ടുള്ള നങ്ങത്തറമേ. അതല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാല് സ്വഹാബത്തിരട്ടെ കേക്കിട് മനിൽ മുഫ്ലിസ് ആറായിട്ടിക്കിട് പാപ്പറായ ദിവാളിയായ മനുഷ്യന്മാർ ആറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിരട്ടെ കേട്ടപ്പോൾ സ്വഹാബത്ത് ചെന്നാറ് ദിവാളി ചെന്നെങ്കാര നബിയേ, ദീനാറില്ലാത്തവണ്, ദിർഹമില്ലാത്തവണ്, സ്വത്തില്ലാത്തവണ്, സമ്പത്തില്ലാത്തവണ്, പൈസ ഇല്ലാത്തവണ്, കാസില്ലാത്തവണു, അങ്ങല്ലേ ദിവാളിയായ മനുഷ്യന്മാർ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെല്ലുണ്ട്, അല്ലാഹ് നാളെ ആഖിറത്തിൽ ഒരു കുറിയാലമാർ ബർഹുണ്ടു. അതിൽ റായത്ത് വലിയ ഉസ്താദ് ചിലപ്പോ, റായത്ത് വലിയ അറിയപ്പെട്ട ഹാജാർ ചിലപ്പോ, റായത്ത് എല്ലാ പഞ്ചായത്തും തീർക്കിടങ്ങത്തെ വലിയ ഹിരിയ കന്യ വ്യക്തി അയാള്. കുറെ വേദികളിലുള്ള മുഖ്യ അതിഥിയായിട്ട് വന്നോണ്ടുന്ന റായത്ത് വലിയ മഹാനയാള്. റായത്ത് പള്ളിയുടെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, വലിയ സ്ഥാനത്തുള്ള ഉള്ളയിലാള്. അല്ലെങ്കിൽ റായത്ത് വലിയ ഹജ്ജും മഹിമ എല്ലാ വിഷയത്തിലും വലിയ നിയമചെല്ലങ്ങത്തെ ഉമ്മ. നാളെ സ്വർഗത്തിക്ക് ഇങ്ങനെ സ്വർഗത്തിക്ക് വേനായിട്ട് റെഡിയായിട്ട് ബണ്ടങ്ങത്തെ ഒരു ടൈമുണ്ടു. കുറെ നിസ്കരിച്ചിട്ടുണ്ടു, ഹജ്ജ് പോയതൊന്നും കണക്കില്ല, സകാത്ത് കൊടുത്തതൊക്കെ കണക്കേ ഇല്ല. ഇതെല്ലാം ഇങ്ങനെ പിടിച്ചോണ്ട് സ്വർഗത്ത് പോണ്ട കുറെ ആൾമാറുള്ളാറ്. ഇത് നാണ് ചെന്നോണ്ടുള്ളതല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് മജ്ലിസിൽ സ്വലാത്ത് ചൊല്ലണം. ഇത് സ്വലാത്ത് ചൊല്ലുക വേണായിട്ടുണ്ടാക്കിയ മജ്ലിസായിട്ട് കേട്. ഞങ്ങളെ റായത്തെ സ്വലാത്ത് മജ്ലിസിലെ വാർഷിക എപ്പോഴും നാളും നടക്കുകയില്ലല്ലേ? ഒരു നാല് വർഷത്തുക്ക് ഒരു നാല് 2 നാല് മാത്രല്ലേ? അതുകൊണ്ട് ഈ നാളും ഇത് ചില്ലറ നാളല്ല. ഈ സ്വലാത്ത് വേനായിട്ടുണ്ടാക്കിയ വാർഷിക കെരബലിടങ്ങ എല്ലാ വർഷവും സ്വലാത്ത് വാർഷികാക്കിടാറുണ്ട്. റായത്തുകളുടെ ഡങ്കുറ സാറുകവേനായിട്ടല്ല ഈ മജ്ലിസ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾ വലിയ കാര്യക്രമമാക്കിയാണ്ട് ലോകത്തുകളുടെ തെരിപാടുകവേനായിട്ടല്ല ഞങ്ങൾ സ്വലാത്താക്കിയത്. ഇണ്ടത്തെ ഈ മജ്ലിസാക്കിയത് ഞങ്ങൾ കുറെ കളക്ഷൻ ആക്കിയിട്ട് പൈസ ആക്കുകവേനായിട്ടെല്ലാം ശമ്പളം കൊടുക്കുകയുള്ള കാശില്ല. അതുകൊണ്ടു നല്ല പ്രോഗ്രാം ആക്കിയിട്ട് കുറെ പൈസ കൊണു, നല്ല ഉറൂസാക്കിയിട്ട് കുറെ പൈസ കൊണു, കുറെ പക്കത്തുള്ള അങ്ങനെ ഉറൂസ് പൈസ തുകവേനായിട്ട്, മജ്ലിസ് പൈസ തുകവേനായിട്ട് അങ്ങനെയല്ല ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെന്തേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലൊന്നും ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് കൂടണം. ഞങ്ങളെ റായത്തൊരു സ്വലാത്ത് വാർഷിക ഒരു വാഴുന്ന മജ്ലിസ് ചെല്ലത് ഞങ്ങളെ റായത്തൊരു പെരുന്നാൾ ഇന്നതുപോലെ പള്ളിയെല്ലാം ഞങ്ങൾ ചമച്ച് വെച്ചിറാം.
സാദാതീങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് വന്നറാ റായത്തങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂടിരാറ് നാലുമൂത്തും ലൈറ്റിട്ട് മൈക്കിട്ട് റായത്ത് ഒരു പെരുന്നാളുടെ പ്രതീതിയായിട്ട് കിടും പെരുന്നാളുടെ ഒരു സന്തോഷം ഇത് ഞങ്ങളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലല്ലേ നിങ്ങളെ മനസ്സിലൊരു തെല്ല് ആത്മാർത്ഥത വന്നെങ്കിൽ ഇത് എന്റെ ഹബീബുടെ തൃപ്തി കിട്ടുക വേണായിട്ട് നാ കൂടെ രച്ചത് നാ കൊടുത്ത സ്വതക്ക എന്റെ മൈക്കിൽ ചെല്ലുക വേണായിട്ടല്ല ഇത് എന്റെ ആഖിറത്തിൽ എന്തെങ്കിലും കൊന കിട്ടണമെന്നൊക്കെ തന്റെ ഹബീബിക്ക് ഇത് ഖുഷിയാവണം മദീനത്തിലെത്തിച്ചിട്ട് വീക്ഷിക്കിടങ്ങും തനങ്ങളെ ഹബീബിക്ക് വലിയ സന്തോഷാവണം ആ മനസ്സ് നിന്റെ കൽബിലൊരു തെല്ലെങ്കിലും ഇന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയാ അല്ല ദുനിയാവ് കാട്ടുക വേണായിട്ട് കൊടുത്താറാ എത്ര കോടി കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല അല്ലാഹു തആല മോത്തുക്ക് പരിചര്യ കൊണ്ടു ആഖിറത്തിൽ ഒരു സംശയം വേണ്ട ഒരു സംശയവും വേണ്ട ആത്മാർത്ഥത ചെല്ലുന്നതൊക്കെ എപ്പോഴും വേണം ദീന്റെ വിഷയത്തില് ഞങ്ങളെ കൽബിലൊരു നീയത്ത് നല്ല നീയത്തായിട്ടിരിക്കണം ആ ചെന്ന വിഷയത്തിൽ വേണ്ടവിടെ കുറെ ആളുമാർ സ്വർഗത്ത് പോയി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കിടാർ വലിയ നിസ്കാര വലിയ നോമ്പു എപ്പോഴും പള്ളിയില് ഇത്തികാഫ് റമദാന്റെ ലാസ്റ്റ് 10 നാൾ പള്ളിയുടെ പന്തിട്ടിലവണു വലിയ ആബിദ് നാവെപ്പോഴും ബായി പന്തിയോണ്ടേക്കിടെ തസ്ബീഹ് ആയിരത്തതേ ഉള്ളേ എപ്പോഴും മുസാബ് കയ്യിലിക്കിട് എല്ലാം ആയിട്ടിന്ന മനുഷ്യ സ്വർഗത്ത് പോകുക റെഡിയായിട്ട് നിன்ற അപ്പയിട്ടിക്കിട അപ്പുറത്തെ ഉത്തരെ മുഹമ്മദാക്കബണ്ടേ ഇന്ന് റൗത്തരെ ഇദ്ദിനബാക്കബണ്ടേ പിന്നെ റൗത്തരെ മൈച്ചാക്കബണ്ടേ അപ്പുറത്തെ ഉത്തരെ ഹാജറ ഫാത്തിമ ഐഷ എല്ലാം വന്ന് ക്യൂ നിன்றாரு കാരണ അക വന്നിട്ട് കേക്കടാ രാജാരെ എവിടെ സ്വർഗത്ത് പോ ഭർത്തയുടെ പണ്ട് ഞങ്ങളെ തമാശാക്കിട്ടില്ലേ അണ്ട് ഞങ്ങൾ കേട്ടില്ലെങ്കിലും ഇണ്ട് ഞങ്ങൾ കണ്ടാ അണ്ട് നിങ്ങളെ വലിയ ഔത്തുറുൽകയിട്ട് കിടന്നുണ്ട് എന്നോണ്ടിന്നത് അണ്ട് ഞാൻ കേട്ടിട്ടില്ല സമാ പക്ഷേ ഇണ്ടത കണ്ടോണ്ടുണ്ടല്ലേ അതര കണക്കിണക്ക് വേണല്ലേ കൊടുക്കുക നിന്റെ കയ്യിൽ പൈസ ഇല്ല അവിടെ നിന്റെ കയ്യിൽ പൈസ എന്നിട്ടും ഒരു ഗുണമില്ല ATM കാർഡില്ല അക്കൗണ്ട് ബാലൻസ് നോക്കുകയില്ല അവിടെ നീ എന്ത് കൊടുത്തിട്ടും മാറുകയും വേണ്ട കാരണം അവിടെ കൊടുക്കുകയുള്ളത് എന്തരേ അല്ലാഹുവിടെ ഓർഡർ ഉണ്ട് നീ നിസ്കരിച്ച നിസ്കാര ഒലുകു കൊടു നീ നോക്കിയങ്ങത്തെ നോമ്പ ഒലുകു കൊടു നീ ഓതിയങ്ങത്തെ ഖുർആന ഒലുകു കൊടു നീ കൊടുത്തങ്ങത്തെ സദഖ ഒലുകു കൊടു നീ ആക്കിയങ്ങത്തെ ഹജ്ജ് ഒലുകു കൊടു നീ പറഞ്ഞവണു നീ അടിച്ചവണു നീ തമാശാക്കിയവണു നീ എന്തെല്ലാം വ്യാർച്ചവണു നീ കടകൊടുക്കുകയുള്ളവണു ഇങ്ങനെ ഓരോരോ മനുഷ്യന്മാരും ആ വലിയ ക്യൂ ഉണ്ടല്ലേ അങ്ങനെ വന്നിട്ടാകുമ്പോ കൊടുത്തു ഓണ്ടെല്ലാം തീരു വയ്ച്ച് പക്ഷെ ലൈനിങ്ങനെ ഇനിയും ബാക്കിയുണ്ടു ലൈനിങ്ങനെ ബാക്കിയുണ്ട് കാരണം നാവു ചെല്ലത് ഒരു എപ്പോഴും അങ്ങനത്തെ ഒരു ബെടക്കനാവും റായത്ത് ഒരാളെയും ചൗണ്ടാണ്ടവണ് വെച്ചിട്ടില്ല എപ്പോഴും ബെടക്കേ ആരെങ്കിലും എന്നോട്ടിക്കണോ ആരെങ്കിലും പറഞ്ഞോട്ടിക്കണോ ഒന്ന് ഉസ്താദരെ എണ്ണണു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാലക്കാരെ എണ്ണണു അല്ലെങ്കിൽ ഏതെങ്കിലും വയസ്സറങ്ങളെ എണ്ണണു അല്ലെങ്കിൽ ഏതെങ്കിലും ഹാജാറെ എണ്ണണു അല്ലെങ്കിൽ എന്തില്ലെങ്കിലും ആരെങ്കിലും പെണ്ണുങ്ങളെങ്കിലും എണ്ണണു അങ്ങനത്തെ ഒരു എണ്ണൽ മനുഷ്യ പോന്നു കൊടുത്തു തീര് പക്ഷേ ഇനിയും ക്യൂ ബാക്കിയുണ്ടു ആ ടൈമിൽ റബ്ബ് ചെണ്ട കൊടുത്തല്ല ബാക്കിയെ കാലിയായി പോയിത്തല്ല മനുഷ്യ ഇന്നതാ അവನು ഹറാമാക്കിയങ്ങനത്തെ ഓരോരോ ശിക്ഷ അവನು കല്ല് കുടിച്ചതും അവನು പെണ്ണ് പിടിച്ചതും അവനാക്കാത്തങ്ങനത്തെ വേണ്ടാത്തറവും അവനാക്കിയ വേണ്ടാത്തറവും അതിലെല്ലാം ശിക്ഷ നിന്റെ തലക് കെട്ടിപ്പോണ്ടു എന്നിട്ടതാ നരകത്തിക്ക് വലിച്ചെറിയ കൊണ്ടു എല്ലാം എന്നിട്ടും ഇല്ലാത്തവണ്ട പോലെയായിട്ട് ദിവാളിയായിട്ട് നരകത്തെറിയിടങ്ങുന്നവർ അവസ്ഥ അവനായിട്ട് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പാപ്പർ സൂട്ടും ഏറ്റവും വലിയ ദിവാളിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്
നാവ് വലിയ സൂക്ഷിക്കൂ. ഒരാളെയും ഗീബത്ത് ചെല്ലണ്ട. ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒന്നോ നല്ലത് ചൊല്ലൂ, അല്ലെങ്കിൽ മുണ്ടാണ്ടിരിക്കണം. അവിടെ നല്ലത് ചൊല്ലൂ, നല്ലാക്കുക. അവിടെ നല്ലാക്കൂ. ഉടൻ നടന്ന വിഷയ അവിടെ നാലാളെ കൂട്ടിട്ട് ഇങ്ങനെ ചർച്ച ആക്കിയിട്ട് വലിയ വലിയ കമന്റ്സ് ഇട്ടിട്ട് ചിരിക്കൂ, ഇന്ന് നിക്ക് നല്ല മജായിട്ടിക്കൂ. പക്ഷേ നീ നിസ്കരിച്ച് നിസ്കാരവും, നീ പിടിച്ചങ്ങത്തെ നോമ്പും, നീ കൊടുത്തങ്ങത്തെ സ്വതകവും, നീ നാക്കിയങ്ങത്തെ നല്ലതനവുമെല്ലാം ബലിച്ച് കൊടുക്കണങ്ങത്തെ ഒരു കാലം അല്ലാഹ് അതിറാണ്ട് വലിയൊരു മുസീബത്ത് വേറെയില്ല. അതുകൊണ്ട് വലിയ സൂക്ഷിക്കുറു മുഅ്മിനീങ്ങളെ. ഇത് നാണ് ചെന്ന പലക്കല്ല, കളവ് ചെല്ലാത്ത നാവ് കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നങ്ങനത്തെ വിഷയായിട്ട് കേട്. അതുകൊണ്ട് നാവിലെപ്പോഴും ഞങ്ങൾ സ്വലാത്ത് കൊമ്പറകു ട്രൈയാക്കോളൂ. ഇണ്ട് ഫിത്തന പിടിച്ചങ്ങനത്തെ ദുനിയാവുല് നാവുല് സ്വലാത്ത് പണ്ടില്ലണക്കും. ഞങ്ങളെ കൽബല്ല കറുത്തു വീട്. കുറെ തപ്പ് നോക്കിട്ട്, തപ്പ് കേട്ടിട്ട്, തപ്പാക്കിട്ടും കൽബല്ല ഇങ്ങനെ ഗട്ടിയായിട്ട് പോയിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നില്ലേ, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ. എല്ലാ മനുഷ്യന്മാരെ തടിലും ഒരു ചെറിയ ഇറച്ചിയുടെ പീസ് ഉണ്ട്. എല്ലാ മനുഷ്യന്മാരെ തടിലും ഒരു ചെറിയ ഇറച്ചിയുടെ പീസ് ഉണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ കുല്ലു. ആ ഇറച്ചിയുടെ പീസ്, ആ ഇറച്ചിയുടെ കഷ്ണ അത് നല്ലായെങ്കിൽ ഇടിത്തടി നല്ലാവും, അത് പെടക്കായെങ്കിൽ ഇടിത്തടി പെടക്കാവൂ. അലാ വഹിയൽ ഖൽബ്. അതായിട്ട് കിട് നിങ്ങളെ ഹൃദയ കൽബ്, നിങ്ങളെ ഹൃദയ കൽബ് നല്ല ശുദ്ധിയാവണം. അത് ഭാരി കഷ്ട. ഈ കാലത്ത് ഫിത്ന നിറഞ്ഞ കാലത്തില്, ഗീബത്തും നമീമത്തും നിറഞ്ഞ കാലത്തില്, സിനിമവും ധാരാവാഹിയും നിറഞ്ഞ കാലത്തില്, യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും ഒളിഞ്ഞിട്ടുള്ള ഈ കാലത്തില് ഇബാദത്ത് ഇൻട്രസ്റ്റ് കിട്ടുക വലിയ കഷ്ടം. നിസ്കരിക്കുമ്പോൾ ലസ്സത്ത് കിട്ടുക വലിയ കഷ്ടം. ഹദ്ദാദുറ മജ്ലിസിലേക്ക് മനസ്സ് പറയുകയിൽ കഷ്ടം. ഖുർആൻ എടുത്ത് ഓതുക വലിയ കഷ്ടം. കാരണം എന്തേ? ഞങ്ങളെ കൽബ് കറുത്തുപോയേട്. ഈമാൻ നശിച്ചോണ്ടുണ്ട് ഞങ്ങളെ കൽബിലോ. മഹാന്മാര് ഞങ്ങളെ കൽബ് ശുദ്ധിയാകുകയാനായിട്ട് ഞങ്ങൾക്ക് മറന്നു ചെന്നോട്ടുള്ള ഏത് ഡോക്ടർമാരുടെ പോയെങ്കും അതൊക്കെ മറന്നു കിട്ടാല. മഹാന്മാർ അതൊക്കെ മറന്നു ചിന്തോണ്ടുള്ള ഫദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. ഞങ്ങളെ കൽബ് ശുദ്ധിയാവുകയാനായിട്ട് 5 മറന്നായിട്ട് കേട് മഹാന്മാർ ചെല്ലത്. ഒന്ന് ഫദവാഉ ഖൽബ്, കൽബിടെ മറന്ന് ഒന്നു ഖുർആൻ നല്ല നിലക്ക് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതണം. അർത്ഥം മനസ്സിലാക്കുക സാധ്യമില്ലെങ്കിൽ ഓതിങ്ങമിയാവും. ഓതുക സമ പണ്ടില്ലെങ്കിൽ നോക്കിങ്ങമിയാവും. കണ്ണ് കാണില്ലെങ്കിൽ കേട്ടെങ്കും കൂലുണ്ടു. കണ്ണ് കാണുന്നക്കും കൂലുണ്ട് കേട്ടെങ്കിൽ. അത്ര വലിയ മഹത്വമുള്ള ഖുർആൻ. ഖുർആൻ ഞങ്ങളെ മക്കളെ ഞങ്ങൾ ചന്ത പഠിപ്പാട്ടನ್ನು ഓതുകയായിട്ട് എല്ലാത്തരം ഓതലും ഖുർആൻ കറക്റ്റ് തജ്വീദ് അനുസരിച്ചിട്ട് ഓതുற മക്ക അവിടെ ഞങ്ങളെ മക്ക. ഖുർആൻ പഠിപ്പാട്ടാറ് ചെന്നിട്ട് ഏതെങ്കിലും വിദ്യാർത്ഥി സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് സ്കൂൾ കൊണ്ടുപോയിട്ട് ആക്കണ്ട. ഖുർആന്റെ അർത്ഥം പഠിക്കുക നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ ചെറിയ പൊടിമക്കു ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കുക സാധ്യവുമില്ല. അത് ചെറിയ പെത്തക്കിടാവുക ബിരിയാണി കൊടുത്ത പോലെ ആവും. സ്കൂളിലും മദ്രസത്തിലും മക്ക പിടിക്കണായത് ഖുർആൻ പാരായണ ശാസ്ത്രം ഓതുറതായിട്ട് കിട്. അതല്ലാണ്ട് ഖുർആന്റെ അർത്ഥ ഈ ചെറിയ മക്കു അർത്ഥമില്ല. ഒരു മുത്തഅല്ലിം ദർസുക്ക് പോയെങ്കിൽ ഖുർആന്റെ അർത്ഥ പഠിക്കു തുടങ്ങുന്ന 4-5 വർഷത്തിൽ പിന്നെ അപ്പമേ ആ ഖുർആന്റെ അർത്ഥ മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻ അവിടെ കിട്ടേ.
അറബിക് ഗ്രാമറുകളെ പഠിച്ചാൽ പിന്നെ ഇടുക്കിട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചെന്നിങ്ങെന്തരെ ಅದರ ഇസ്മെന്തരെ ಅದರ ಬಾಗಡ ಅರ್ಥೆಂದರೆ ಅಲ್ಲಾಹ್ ಚೆನ್ನಿಂಗಾರು ಅರ್ ರಹ್ಮಾನ್ ಚೆನ್ನಿಂಗೆಂದರೆ ಅರ್ ರಹೀಮ್ ಚೆನ್ನಿಂಗೆಂದರೆ ಇದೆಲ್ಲ ಅರ್ಥ ಆಕೊಂಬೈಟಿಕ್ಕಿಡು ഖുർആനിനെ അർത്ഥവിടെ അതല്ലെങ്കിൽ പരമദയാളു കരുണാനിധിയാದ അല്ലാഹನ ನಾಮದಿಂದಾಂಟು ഒരു ಟ್ರಾನ್ಸ್ಲೇಷನ್ ಬುಕ್ಕುಲು ಕಂಡ ಬರ್ತಗೆ ಪಕ್ಕ ಬೇರಿಕುವಾರು ಪಂಡದ ತಮಿಳುನಾಡರ ಮುಖ್ಯಮಂತ್ರಿ ಇಡಿ ಕರುಣಾನಿಧಿರ ಬೋಲ್ತಾ ಇಡಿಕೋ ಅಲ್ಲಾಹ್ ಉಂಟು അങ്ങനല്ല. അപ്പൊ അർത്ഥപടിപ്പാട്ട ചെന്നിട്ട് ഇംഗ്ലീഷിൽ കുറിയ മീനിങ്സ് ഇങ്ങനെ ഇംഗ്ലീഷിൽ പട്ടപെട്ടാണ്ട് ആയത്ത് ഓതിട്ട് ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പാട്ടം പത്തുകൂ നങ്ങ വിദ്യാർത്ഥികളെ സ്ഥാപനത്തിലും സ്കൂളിലും ഞങ്ങളെ മക്കളെ ചേർത്തിട്ട് ഞങ്ങളെ ഈമാൻ നശിപ്പിക്കുക തീരാ. ഖുർആൻ ചന്തത്തിൽ ഓതുക പഠിക്കണം, നല്ല തജ്വീദ് അനുസരിച്ചിട്ട് ഓതുക പഠിക്കണം. ഖുർആൻ തജ്വീദ് അനുസരിച്ചിട്ട് ഓതുക പഠിക്കണം. അങ്ങനെ ഓതുമ്പോ നല്ല ഖൽബ് ശുദ്ധിയോടൂ. രണ്ടാമതായിട്ട് ചെല്ലത് വലിൽ ബത്നിൽ ഖലാ ಬ್ಯಾರಲ್ കുറുടിക്കുണതിൽ കാലിക്കുണു ಬ್ಯಾറ് എപ്പോഴും ಬ್ಯಾರಿങ്ങനെ കൽത്ത് തോലിങ്ങനെ തിണ്ടിട്ടിങ്ങനെ ಬ್ಯಾറ് പൊക്കളുടെ മണ്ണ് പാറ തോലിങ്ങനെ തിന്നിറല്ല തെല്ല് കുറുടി എന്നാണോ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ലേ പഠിപ്പാട്ടിരേ. ബാത്ര മൂന്നിൽ ഒന്നു ചോറും ഒന്നു കറിയും തന്നിയും ബാക്കി ഒന്നു കാലിങ്ങനെ ബുടനുണ്ടല്ലേ, തെല്ല് ശ്വാസം എടുക്കുകയല്ല, തെല്ല് പക്ക ബേനുണ്ടല്ലേ. അപ്പ വേറെപ്പോലും തെല്ല് കാലി കിടന്ന് ഞങ്ങളെ കൽബ് ശുദ്ധിയാവുള്ള കാരണം. പിന്നെ മഹാന്മാർ ചൊല്ലാറ് നല്ല ജാവ് എഞ്ചിട്ട് നിസ്കരിക്കിടങ്ങനത്തെ മനുഷ്യന്മാർ ആറ് കുന്തില്ലാത്ത പോലെയായിട്ടിക്കോളും ഞങ്ങളെ ഇബാദത്ത് ജാവ് എഞ്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുമ്പോ എല്ലാരും ഗുന്തവിടെ പോലെ കിട്ടും, എല്ലാരും ഗുന്തവിടെ പോലെയാകുക തീരാം. ജാവുക തഹജ്ജുദ് നിസ്കരിക്കടേ നീന് എങ്കിൽ ആർക്കും ഗുന്തില്ലാത്തതുപോലെ തഹജ്ജുദ് നിസ്കരിക്കണു. പെട്ടെന്ന് എഞ്ചു പോയാണെങ്കിൽ എന്താക്കുക സാധ്യയില്ല. എങ്കിലും നിന്റെ മനസ്സിൽ വേണായത് നാണും നിന്റെ റബ്ബ് മാത്ര. ബാക്കിയുള്ള എല്ലാ നിസ്കാരവും മനുഷ്യന്മാരെല്ലാം ഇക്കിടാറ്. പക്ഷേ എല്ലാരും ഉറങ്ങി കിടക്കിടങ്ങത്തെ ഒരു ടൈമുണ്ടല്ലേ, ആ തഹജ്ജുദ് ടൈമിൽ എഞ്ചിട്ടുള്ളങ്ങത്തെ ഒരു 2 റക്അത്ത് നിസ്കാരം അല്ലെങ്കിൽ ഒരു 4 റക്അത്ത് 8 റക്അത്ത് എത്ര വേണമെങ്കിലാവും നിസ്കരിച്ചിട്ട് റബ്ബ് സുജൂദ് ചെയ്തിട്ടാൻ പറ്റൂ. അല്ലാഹു ഉറങ്ങടവണല്ല. അവണ് ഞങ്ങളെ ഇബാദത്ത് കണ്ടോണ്ടിക്കിടാം, അവനിങ്ങനെ നോക്കിയോണ്ടിക്കിടാം. എന്നിട്ട് നിങ്ങൾ എന്ത് റബ്ബിരട്ട കേട്ടെങ്കിലും അല്ലാഹു തണ്ടതിലൊരു സംശയവുമില്ല. അല്ലാഹു ഞങ്ങളുടെ ഭയങ്കര പിർസ. ഞങ്ങളുടെ സാധാരണ ദൂരമേ അല്ലാവിടെ അല്ല നക്കെന്ന് തരാത്തെ, അല്ലാഹു ഞങ്ങമേ കണ്ടമ, അല്ലാഹു ഞങ്ങെന്ത് തരാത്തെ. എങ്ങനെ ഇട്ടിക്കട് ഞങ്ങക്ക് റബ്ബിടട്ട 100% നല്ല വിശ്വാസം വേണം. അല്ലാഹു ഞങ്ങളുടെ ഭയങ്കര പിർസ. ഞങ്ങളെ ഉമ്മ അപ്പട കാട്ടിയാറ് ഞങ്ങളെ പിർസ വെച്ച റബ്ബായിട്ട് കിടന്നങ്ങളെ റബ്ബ്. ഇത്ര നല്ല കണ്ണ് തന്നിട്ട് റബ്ബ് ചെന്ന ഹറാമ് നോക്കണ്ടാണ്ട് 50 വർഷം നോക്കിയിട്ടും അല്ല നോക്കണ്ട ചെല്ലത് നോക്കിയിട്ടും ഫ്രീ ആയിട്ട് തന്ന കണ്ണട അല്ലാഹു തആല പൊട്ടുപാട്ടിട്ടില്ല. ഫ്രീ ആയിട്ട് കാത് തന്ന ഹറാമ് കേക്കണ്ട ചെന്ന 50 വർഷം മ്യൂസിക് പാട്ട് കേട്ട എന്നിട്ടും കാത് പൊട്ടുപാട്ടിട്ടില്ല. നാവ് തന്ന ഫ്രീ ആയിട്ട് തന്ന ഹറാമ് ചെല്ലണ്ടാണ്ട് ചെന്ന റീബത്തും നമീമത്ത് കൊണ്ട് മുളിങ്ങി കുളിക്കുമ്പോത്തും അല്ലാഹു തആല നാവുകു ബലിയ സീക്ക് തന്നിട്ടില്ല. ഹറാമ് തിന്നണ്ട ചെന്ന ഞങ്ങൾക്കൊരു ബഡ്ഡി തിണ്ട എന്നിട്ടും അല്ലാഹു ബലിയ സീക്ക് ഞങ്ങളെ ബാത്തിൽ തന്നില്ല. അല്ലാഹു പാടം 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 ഞങ്ങളെ മേലെ റഹ്മത്ത്. എത്ര വലിയ സുബറുള്ളവനല്ലേ റബ്ബ്, ഞങ്ങളിട്ട് എത്ര വലിയ പിരിസല്ലേ ഞങ്ങളെ റബ്ബു. എല്ലവും തന്നങ്ങത്തെ റബ്ബ് ഞങ്ങളിട്ട് ചെൽടാ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാണ്ട് മരിക്കണ്ട മുഅ്മിനീങ്ങളെ. ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ വലിയ വിശ്വാസം വേണം.
ഒരു ബിസിനസ് തുടങ്ങുമ്പോ, ഒരു അങ്ങടി തുടങ്ങുമ്പോ, ഒരു മഞ്ഞിൽ തികബേനായിട്ട് ഇളിയുമ്പോ, ഒരു അക കെട്ടുകബേനായിട്ട് ഇളിയുമ്പോ ഞങ്ങൾ 100% വിശ്വാസ വെക്കണായത് റബ്ബുടെ ടൈറ്റിക്കിട്. ಅವನು ತಂದೆಂಗಿ ನನ್ನ ಮಂಗಿಲ ಕರೆಕ್ಟ್ ಆವು, ಅವನು ಪೈಸ ಇಟ್ಟೆಂಗಿ ನಂಡಗ ಕರೆಕ್ಟ್ ಆವು, ಅವನು ನಕ್ಕು ತಂದೊಂಟಾയെങ്കിൽ നക്കിങ്ങനെ ആകുകാവൂ, അല്ലെങ്കിൽ നക്കെന്തെങ്കിലും അങ്ങനെയല്ല. നന്റെ റബ്ബുള്ള നക്കി, നന്റെ അല്ലാഹുള്ള നക്കി 100% അല്ലാഹുവിಗೆ ഇങ്ങനെ സമർപ്പിക്കുക ഒരു ധൈര്യം വേണു. റബ്ബ് ഞങ്ങളെ കൊടുക്കില്ല. അന ഇൻദ ളന്നി അബ്ദീ ബി, നന്റെ കുറിച്ചിട്ട് നന്റെ അടിമ എന്ത്ര വിചാരിക്കണാണ് അതുപോലെ ഞാൻ ഉണ്ടിട്ടിക്കടെ. ഇതിനൊക്കെ ആവണമെങ്കിൽ ഇങ്ങനെല്ല ആയിട്ടാവണു, ബേങ്ങിട്ടല്ല ആവണേണ്ട നീയത്തുണ്ട. എനിക്ക് ബേങ്ങിട്ടേ മങ്ങില്ല അവിടെ. അല്ലെങ്കിൽ ഈ സീക്കൊന്ന് സുമറാവണമെങ്കിൽ നക്ക് ബംഗളൂരിക്കേ പോകണ്ടുണ്ട, ബാംഗ്ലൂർക്ക് പോകാണ്ട് സുമാറാവില്ല. ഇല്ല, നന്റെ റബ്ബ് നക്ക് ശിഫയാക്കടുണ്ട്. ഒരു ചെറിയ സംശയം പറയാണ്ട് ഒന്ന് റബ്ബിട്ട് സമർപ്പിച്ചു നോക്കൂ. അല്ലാഹു ഇങ്ങനെ ഫത്ഹാക്കി തണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് കണ്ട്. അത്താല ടൈം ഉണ്ടല്ലേ, അപ്പോഴുള്ള നല്ല ഇബാദത്ത് എടുത്തിട്ട് റബ്ബിട്ട് ഇങ്ങനെ കേൾക്കണം. അത്താലത്തെ ടൈമിലു, അത്താലയ്ക്ക് നിങ്ങൾക്ക് നോമ്പുകൾ മാത്രല്ല, ആ ടൈം എല്ലാ നാളും ഉണ്ടല്ലേ. ആ തഹജ്ജുദിന്റെ ടൈമു, സുബൈഡാന്റെ മുന്നോളത്തെ ടൈമു, ആ ടൈമിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെന്നിങ്ങനെ കബൂലാക്കട റബ്ബ് ചെല്ല. അഞ്ചാമതായിട്ട് നിങ്ങളെ കൽബ് ശുദ്ധിയാവുകയായിട്ട് മഹാന്മാർ പടിപാടരുത്. നിങ്ങൾ നല്ല ആൽമാരട്ട് കൂടണോ. ബടക്ക് ചങ്ങായി പാടിയപ്പോഴും നിങ്ങൾക്ക് തീറാം. ആലിമീങ്ങളിട്ട് കൂടെ നോക്കൂ, നല്ല മനുഷ്യന്മാരട്ട് കൂടെ നോക്കൂ, ഈമാനുള്ള മനുഷ്യന്മാരട്ട് കൂടെ നോക്കൂ. ആ നിലക്കുള്ള ഒരു ജീവിത ഞങ്ങളെ ജീവിതാവണു. റമളാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടായാൽ പിന്നെ ഞങ്ങൾ ബെടക്കാഞ്ഞോണ്ട് പോയെങ്കിൽ റമളാനിൽ ഒരു തിങ്കൾ നാട്ടക്കാക്കിടാണ്ട് നിങ്ങൾക്ക് ചെല്ലാം. ഒരു തിങ്കൾ റമളാനിൽ റബ്ബിടെ ദൂറിൽ നാട്ടക്കാക്കിടാണ്ട് ചെല്ലാം. ഇല്ല, റമളാനിൽ പിന്നെ പോണ്ട ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ട്. റമളാനിൽ മുന്നോൽ ഇന്നത് പോലെയല്ല റമളാനിൽ പിന്നെ പോണുള്ളത്. ആൽമാരട്ടുള്ള നല്ല ബഹുമാനത്തോടു കൂടെയുള്ള പലക്കാം, നല്ല പുഞ്ചിരിയോടുകൂടെയുള്ള പലക്കാം, എല്ലാവർക്കും നല്ലതാക്കടങ്ങത്തെ സ്വഭാവ മുഅ്മിനീങ്ങളെ. ഈ ദുനിയാവിലൊന്നും കുറെ കാലം ജീവിക്കുന്ന ദുനിയാവല്ല. ഇതൊന്നും കുറെ കാലം ജീവിക്കുന്ന ദുനിയാവല്ല. എത്ര ചെറിയ ബാലക്കാർ കഴിഞ്ഞ വർഷം റമളാനിലും നങ്ങാം, കഴിഞ്ഞ വർഷം പെരുന്നാളാക്കിയങ്ങാം ഇന്റെ ഖബറിലായി പോയില്ലേ. ഇന്ന് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ് പറമ്പൊത്തു. ನಾನು ಫೋನ್ ಆಗಿ ಪಲ್ಕೆ പറഞ്ഞ ഞങ്ങളെ ഉപ്പിനങ്ങടി ഭാഗത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വലിയ പ്രവർത്തക അബ്ദുൽ ഹക്കീം കളഞ്ചബേലു ചെണ്ട ചെറിയൊരു ബാലക്കാറാം. അവന്റെ ചെറിയ ഒരു കിടാവു, ആൺകിടാവു, 3.5 തിങ്കൾ മാത്രമേ വയസ്സുള്ളൂ. ചെറിയ യന്ത്രമാ അനാരോഗ്യം ഉണ്ടോണ്ട് ഡോക്ടർമാർ ചെന്നുന്നാറൂല. എല്ലാം കളിച്ചോണ്ടും ചിരിച്ചോണ്ടും ഇന്ന് കിടാവു ഇന്റെ മഗ്രിബാമ്പത്തും മൗത്തായി പോയിട്ട്. ആ ഉമ്മകും ബാപ്പകും നീ നല്ല സുബർ കൊടുക്കണു റഹ്മാനേ. ആ കുടുംബത്തിന് വലിയ സുബർ കൊടുക്കണു റഹ്മാനേ. നാളെ സ്വർഗത്തിൽ ഉമ്മ ബാപ്പയുടെ കൈപിടിച്ചു പോണ്ടെങ്കിൽ ഒരു ഭാഗ്യമുള്ള കിടാവായിട്ട് ആ കിടാവിടെ നീ കബൂലാക്കണു റഹ്മാനേ. എവിടെല്ല എന്തെല്ല മരണകം, എന്തെല്ല ഘടനകം, ഏതെല്ല നിലക്കുള്ള ന്യൂസുങ്ങ. അതുകൊണ്ട് ഉള്ള കാല ജീവിക്കണങ്ങത്തെ കാല എല്ലാരെ കൽബിലും ഞങ്ങൾ നിൽക്കണം. എല്ലാരെ മനസ്സിലും ഞങ്ങളിട്ടുള്ളൊരു പിരിസ വേണോ. എല്ലാരും ഞങ്ങളെ കുറിച്ചിട്ട് നല്ലത് ചെല്ലങ്ങാവണോ. ഒരു നാളല്ല ഒരു നാല് ഞങ്ങൾ ജനാസായിട്ട് കിടക്കിടങ്ങം തരുന്നാളുണ്ടല്ലേ, ഞങ്ങൾ മയ്യത്തായിട്ട് കിടക്കിടങ്ങം തരുന്നാളുണ്ടല്ലേ.
അന്ന് എന്റെ ജനാസ നോക്കി വണ്ടെങ്കിൽ ആൽമാർ ചൊല്ലണം, എന്തൊരു ചന്തത്വ മുഖ, പ്രൗഢിയുള്ള മുഖം, ഗംഭീരമായ മുഖം, നല്ല ചിരിക്കുമുള്ള മുഖം, സ്വർഗ കണ്ട് മരിക്കിടങ്ങത്തെ മുഖ. ഇടേ നിന്റെ റായ, നിന്റെ സംഘടനാ പ്രവർത്തകന്മാര്, ഞങ്ങളെ ആലിമീങ്ങ, ഞങ്ങളെ സാദാത്തീങ്ങ, ഞങ്ങളെ പിരിസപ്പെട്ട ആൾമാരും, ഞങ്ങൾ കുറെ ആൾമാരെ കൽബിൽ വെച്ചിരല്ലേ. ആ ആൾമാരെല്ലാം നിന്റെ ജനാസത്ത് വന്ന് കൂടിയിട്ടും എല്ലാരും നല്ലത് ചൊല്ലുന്ന ജനാസാവണു, വലിയ ചിരിച്ചോണ്ട് കവറുക പോണ്ടെങ്ങത്തെ മനുഷ്യന്മാരാവണു. ഈമാനുള്ള മനുഷ്യന്മാരെ നീയത്ത് ഇതായിട്ട് കൊടു. അല്ലാഹു വലിയ നിഅമത്ത് തരണം. കുറെ നീട്ടില്ല, നിപ്പാട്ടിയോണ്ടുള്ള എത്ര നിഅമത്തല്ലേ നമുക്ക് തന്നെ. ആലിമീങ്ങ, സാദാത്തീങ്ങ, ഉസ്താദുമാർ, പള്ളി, മദ്രസ. ഒരു തെല്ല് ഉത്തര കർണാടക ഭാഗത്തിലുള്ള ಬಂದು നോക്കുറണിങ്ങ 100 200 300 ഉണ്ടു. 150 200 ഉള്ള അങ്ങനത്തെ കുറേ ഗ്രാമത്തിൽ ഇനിയും പള്ളിയില്ല, സുജൂദ് ചെയ്യുക ഒരു പക്കയില്ല. 60-70 വയസ്സായിട്ട് പെരുന്നാളുക പോലും സുജൂദിടാതെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങ ഇണ്ടും ഞങ്ങളെ കർണാടകത്തിലുള്ള. ഞാൻ ഉഗാണ്ടത്തെ ചരിത്രമല്ല ചെല്ലേ, ഒന്നിനൊട്ടിക്ക് പറഞ്ഞീങ്ങ. ഞങ്ങൾ ഒരു 3-4 ജില്ല അപ്പുറം പോകുമ്പോ കുറെ ഗ്രാമത്തെ ശോചനീയമായ സ്ഥിതി അത് കാണുമ്പോഴേക്കട് ഞങ്ങളെ റബ്ബ് ഞങ്ങൾക്ക് തന്ന നിഅമത്ത് എത്ര വലിയ നിഅമത്ത് ഞങ്ങൾക്ക് അർത്ഥവിടെ, എത്ര വലിയ നിഅമത്ത് ഉണ്ട് ഞങ്ങൾക്ക് അർത്ഥാവണമെങ്കിൽ നിങ്ങൾ എന്നാ കുറെ ഗ്രാമത്തേക്ക് പറയണം, ജീവിതത്തിലൊക്കെങ്കിലും പറയണം. നിങ്ങൾ പൈസ ഒന്നും തരണുണ്ടില്ല, തന്നിങ്ങനെ ഞങ്ങൾ വേണ്ടാണെന്ന് ചെല്ലില്ല, ഇണ്ട് തരണുണ്ടില്ല, ഇത് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങൊക്കെ ബറുണി വന്നിട്ട് കുറെ ഗ്രാമത്തേക്ക് പോറൂ. അവിടെ കുറെ മനുഷ്യന്മാരുള്ള 65-70 വയസ്സായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലും ഗൊന്തില്ല. ഞാൻ ഒരു പക്കത്തേക്ക് പോയിട്ട് ഈ റമദാൻ തുടക്കത്തിൽ ചെറിയൊരു ഗ്രാമത്തിൽ അവിടെ ഒരു 65 വയസ്സുള്ള ബോബുണ്ട്, പേര് റാമു അലീൻ ചെന്നിട്ട്, മുസ്ലിം റാമു അലീന്റെ പേര്. അപ്പൊ അയാളുടെ പലക്കെ പറയുമ്പോഴത്തേക്ക് ചെല്ലിട്ട് നാണു നമാസ് മാഡ്ലിക്ക് ಶುರುವಾಗಿ 1 ವರ್ಷ ಇತ್ತು കൊടുക്കലേ, 1 ವರ್ಷ ಇತ್ತು. 65 വയസ്സുള്ള ബോബ എന്തേ ഒരു 4 വർഷം മുന്നോട്ട് വന്നിട്ടിന്നാറ് പള്ളിയിൽ ചെന്നിട്ട്. അപ്പൊ ഞങ്ങൾ ചെന്ന ചെറിയൊരു പക്കട് കുറഞ്ഞിങ്ങ 2-3 വർഷം ഒരു 3 ലക്ഷം ആക്കുവാനായിട്ട് എല്ലാ മൊത്തം കളക്ഷൻ ആക്കിയിട്ട് ചെറിയൊരു പക്കെടുത്താർ. കഴിഞ്ഞ റമളാനുക്ക് മുന്നോട്ട് ഞങ്ങൾ ഒരു ചെറിയ പള്ളി കെട്ടി കൊടുത്താർ. അണ്ട് വന്നിട്ട് ഞങ്ങൾ ചെന്നിട്ട് എന്ത് ನನಗೆ അസാൻ കലിಸಿ ನಾನಿಲ್ಲ അസാൻ ಕೊಡ್ತೇನೆ ಅಂತ. അപ്പൊ ഞങ്ങൾ ഉസ്താദരുടെ ചെന്ന ഒന്ന് ബാങ്ക് കൊടുക്ക പഠിപ്പാട്ടു. കുറെ നാള് ബുട്ട് ಬಂದಪ್ಪ ನನ್ನ പിടിച്ചിട്ട് ഇങ്ങനെ ചെല്ലടയില് മുറുകളെ ನಾನು ಅಸಾನ್ ಕೊಡ್ತೇನೆ ಕೇಳ್ತೀರ ನೀವು. അങ്ങനെ എല്ലാരും എതിരിൽ തന്നെ എതിർക്ക ബാങ്ക് കൊടുത്തു. ഞങ്ങളെ മക്ക ചെല്ലില്ലേ അപ്പൊ നാ ഫാത്തിഹ ഓതുര കുൽഹുവല്ലാ ഓതുരണ്ട്. അതേപോലെ 65 വയസ്സുള്ള ബോബ ഞങ്ങൾ എതിർക്കിങ്ങനെ ബാങ്ക് കൊടുത്തു. അണ്ടിൽ പിന്നെ ഇണ്ടു തോളു ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കടയാൽ അയാൾ ചെല്ലി അണ്ടിൽ പിന്നെ ഇണ്ടു തോളു 1 വർഷം 4-5 തിങ്കളായിട്ട് ഒരേ ഒരു വക്തും ನಾ ಬುಡ ಅಂಟೆ ಬಾಂಕ್ ಕೊಡುತ್ತಾರೆ 5 ವಕ್ತ ನಿಸ್ಕರಿಸಿರೆ ಅದರ ಅಂಟೆ ಮುನ್ನೋಲು ഒരേ ഒരു നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഞാൻ ഗുംതില്ല. ഞങ്ങൾ റായത്തൂർ ആലിമും വന്നിട്ടില്ല. ഞങ്ങൾക്ക് 200 ರೂಪಾಯಿ 300 ರೂಪಾಯಿ ബാഡികൾ തേക്കട ഞങ്ങൾക്ക് പള്ളി കെട്ടുക ഞങ്ങളെ കൊണ്ട് സാധ്യമുണ്ടാ? അയാൾ ചെല്ല് ನಮ್ಮ ಉಸ್ತಾದ್ ಹೇಳಿಕೊಟ್ಟಿದ್ದಾರೆ, ತಹಜ್ಜುದ್ ಅಂತ ಒಂದು ನಮಾಜ್ ಹೇಳಿಕೊಟ್ಟಿದ್ದಾರೆ. 3 ಗಂಟೆಗೆ ನಾನು ಯಾವತ್ತೂ ಕೂಡ ಎದ್ದೇಳ್ತೇನೆ. ರಂಜಾನ್ ಅಲ್ಲಿ ಮಾತ್ರ ಅಲ್ಲ, ಎಲ್ಲ ದಿನ 3 ಗಂಟೆಗೆ ಎದ್ದೇಳಿ ನಾನು ಮಸೀದಿ ಓಪನ್ ಮಾಡಿ ಎಲ್ಲ ಶುಚಿ ಮಾಡಿ ತಹಜ್ಜುದ್ ನಮಾಜ್ ದಿನಾಲು ಮಾಡ್ತೇನೆ. ನಾನು 1 ವರ್ಷದಲ್ಲಿ 1 ದಿನ ಕೂಡ ರಾತ್ರಿ ನಮಾಜ್ ಬಿಟ್ಟಿಲ್ಲ. അത് കേട്ടിക്കിട ഞങ്ങൾ അത്ര ദൂരം ഓടിയിട്ട് ഇത്രയും അധ്വാനിച്ചുകൊണ്ടുള്ളത്. ഞങ്ങൾ റായത്ത് പൂജ ഷാക്കിർ ഉസ്താദ് സ്റ്റേജിലുണ്ടല്ലേ, ബംഗാറപ്പ നഗർ ചെല്ലൊരു ഗ്രാമത്തിലും 5 ചുറ്റുമുത്തുള്ള ഗ്രാമത്തിലും വലിയ ഹിദ്മത്തായിട്ട് കിടക്കടേ വലിയ പൈസ കെട്ടിക്കിട്ടുണ്ടായെങ്കിൽ അവിടെ ആരും പോണ്ടില്ല. കൽബിൽ തിന്ന് ഈമാനില്ല ഉള്ളവനല്ലാണ്ട് അവിടെ പോകും സാധ്യമില്ല. ആ വണക്ക് ഭൂമിയില് വണക്ക് റൊട്ടിയും തിന്നിട്ട് വണക്ക് മനുഷ്യന്മാരുടെ മുന്നോലു ഈമാൻ കൊടുത്തിട്ട് അങ്ങനെ പച്ചപ്പിടിപ്പാടങ്ങനത്തെ പണി അത് ചില്ലറ പണിയല്ല, വലിയ ഹിദ്മത്തായിട്ട് കിട്. ഷാക്കിർ സഖാഫിയുടെ വലിയ ഹിദ്മത്ത് കുറെ ഹള്ളിലെല്ലാം പോയിട്ട് എടുത്തോണ്ടുണ്ടോ.
പഠിച്ച് വന്നാൽ പിന്നെ വേറെ ഇവിടെ ഈ ഭാഗത്തുള്ള പള്ളിയിൽ നിന്നെങ്കിൽ നിങ്ങൾ നല്ല ടിഫിനിൽ 4-5 ടിഫിനിൽ നല്ല ഫുഡും കിട്ടന്ത് എല്ലാം കിട്ടന്ത്. അപ്പൊ നിങ്ങൾ ഉസ്താദും കൂടി അവിടെ ആട്ടണ്ടേ ഇപ്പൊ നിങ്ങൾ, കാരണം നിങ്ങൾക്ക് ഉസ്താദ് വേണല്ലേ, ഇറായത്തും കൊറിയല്ല വേണല്ലേ, കൊറിയാൾമാരല്ലേ ഇപ്പറ ഹിദ്മത്ത് എടുക്കുമ്പോ കുറെ ഞങ്ങളെ ഉസ്താദുമാർ അവിടെ പോയിട്ട് അധ്വാനിച്ചോണ്ടുള്ള വലിയ ഹിദ്മത്തത്. ഞങ്ങളൊരു 2 ഗ്രാമത്തില് കൊറിയ പക്കത്തിലുള്ള പള്ളി കെട്ടൊക്കെ പേനായിട്ടാകുമ്പോഴത്തേക്കു ഞങ്ങളെ നിങ്ങളെ റായത്തമേ പേരിച്ച് എന്തെങ്കിലും അറസ് ബറുവാണ് കൊന്നില്ല ഞങ്ങളെ ഇക്ബാൽ കെട്ട ഇടിക്കിട് ഒരു പക്കത്ത് പള്ളി കെട്ട് പാട്ടി തന്നു. ബറഗൂർ ചെല്ലൊരു ഗ്രാമത്തില് ഞങ്ങൾ പോയിട്ടാകുമ്പോഴത്തേക്ക് എന്തുമില്ല, കാട്ടുജീവി പോലത്തെ മനുഷ്യന്മാർ, ഒരു വക്ത് നിസ്കരിക്കുക ഒരു ഉതെടുക്കുക പോലും കൊന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെന്നപ്പ ഒരു ചെറിയ പള്ളി നല്ല ചന്തത്തെ പള്ളി കെട്ട് പാടി തന്നു. അല്ലാ ഇണ്ട ഗ്രാമത്തുകൊന്ന് പോയിട്ട് നോക്കൊരു സുബൈ നിസ്കാരത്തേക്ക് 30-40 ബാലക്കാരിക്കിടാറ്, ഒരക്ഷര കൊന്തില്ലാത്ത മക്ക, ഒരു 60 മക്ക ഇങ്ങനെ ഖുർആൻ ഓതുന്നത് കണ്ട് മനസ്സ് നിറഞ്ഞു പണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി പോയി. ആ റായത്തെ ആ സൗന്ദര്യ ഒരു വർഷത്തിൽ ഇങ്ങനെ ചേഞ്ച് ആയത് കണ്ടപ്പാ ഇക്ബാലാക്കയ്യന്ത് ഇന്നൊരു ഗ്രാമത്തിലും നാ കെട്ടുപാട്ടെ ഇന്നൊരു പക്കത്ത് തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ബല പറഞ്ഞാലാകുമ്പോഴത്തേക്കും അത് ഓപ്പൺ ആവും. അല്ലാഹു വലിയ ഖൈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും പ്രൗഢിയും സന്തോഷവും ദുനിയാവിലും ആഖിറത്തിലും നീ കൊടുക്കണം റഹ്മാനേ. മൻ ബനാ മസ്ജിദൻ ലില്ലാഹി തആല ബനല്ലാഹു ബൈതൻ ഫിൽ ജന്നാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കലവ് ചെല്ലാത്ത നാവ് കൊണ്ട് ചെന്നത് ആരെങ്കിലും ഒരു മനുഷ്യ ഒരു പള്ളി കെട്ടുമാട്ടിയെങ്കിൽ ബനല്ലാഹു ബൈതൻ ഫിൽ ജന്നാ, സ്വർഗത്തിലോണ് ഒരു വലിയ ഭവനം ഞാൻ കെട്ടുമാട്ടി കൊടുക്കൂടാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു ഭവനം കൊടുക്കണം. അല്ല കൊടുക്കുമ്പോഴത്തേക്ക് ചെറിയ റൂം എന്നും റബ്ബ് കൊടുക്കില്ലേ, റബ്ബുടെ പ്രൗഢിക്ക് തക്ക നിലക്കുള്ളത് കൊടുക്കണം. അല്ലാഹുവേ ഞങ്ങൾ ഇക്ബാലാകവും വേറെ പത്തിരിയ പക്കത്തിൽ ചെറിയ പള്ളി കെട്ടുമാട്ടിയ കുറെ ഞങ്ങളെ മുഅ്മിനീങ്ങളുള്ളാറ്, കുറെ കുടുംബത്തുള്ളാറ്, അങ്ങളെ കുടുംബത്തിലെല്ലാവരും ഒട്ടിക്കായിട്ടൊരു ചെറിയ പള്ളി കെട്ടുമാട്ടിയുള്ളാറ്. അങ്കെല്ലാവർക്കും നിന്റെ ഹബീബ് ചെന്നങ്ങനത്തെ സ്വർഗത്തെ ഭവന നീ കൊടുത്തു സന്തോഷിപ്പിക്കണം റഹ്മാനേ. വലിയ കാര്യല്ലേ, വലിയ വിഷയല്ലേ അത്. ഖിയാമത്തിനാല് തോലോ ആ പള്ളിയിൽ ആറല്ല സുജൂദ് ചെയ്താറാ, ആറല്ല ഖുർആൻ പഠിക്കടാറാ. അതര മിസ്രി സവാബ് കെട്ടുമാട്ടിയെങ്കും സഹായിച്ചെങ്കും കുടുംബത്തും റബ്ബ് കൊടുക്കൂ, ഒരു സംശയവും വേണ്ട. അല്ലാഹുവേ ഈ റായ അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ വലിയ പ്രൗഢിയുള്ള റായ, കുറെ വലിയ ഹിരിയങ്ങായിട്ട് കീഴേ റായത്തെ ഈ നിലക്ക് കൊണ്ടുവന്നത്. ആ ഹിരിയങ്ങ ഇന്ന് കുറെ ആൾമാർ ഖബറിലേക്കുവാറ്, അങ്ങളെ ഖബർ നീ സ്വർഗാക്കി കൊടുക്കണം റഹ്മാനേ. ഈ റായത്തെ ഞങ്ങളെ ബോബമാര് ബാപ്പമാര് അച്ഛിമാര് ഉമ്മമാര് അങ്ങളെ ഖബറിലുള്ളാറ്, അങ്ങളെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനേ. അങ്ങളെ ഖബർ നീ സന്തോഷമാക്കണം റഹ്മാനേ. എന്റെ ഈ റായത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിളക്കായിട്ടും നൂറായിട്ട് കണ്ടങ്ങനത്തെ വലിയ ഹിരിയങ്ങ അൽ ബറക്കത്തു മഅ അകാബിരിഹാ. ഓരോ ആയത്തിലും ഹിരിയങ്ങുള്ളാറാ, അവിടെ വലിയ ബറക്കത്ത് കൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നത്. ഹിരിയങ്ങ എപ്പോഴും പാലക്കാർക്ക് വലിയ ആവേശമായിട്ട് നിൽക്കണോ, എല്ലാത്തിനും നല്ല പോസിറ്റീവായിട്ട് നിൽക്കണോ. ഏത് കാര്യത്തിനും നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് സപ്പോർട്ട് കൊടുക്കണോ. നിങ്ങൾ ആക്കുള്ള നിങ്ങൾ ഒട്ടിക്ക് നഗമുള്ള ചെന്നിട്ടെങ്കു ആവേശം കൊടുക്കണോ. എല്ലാത്തിനും തടയിട്ടിറങ്ങാതെ കുത്തിയള മാനിഉൽ ഖൈർ ചെല്ലങ്ങനത്തെ വലിയ ഒരു വിഭാഗമുണ്ട്. എല്ലാ നല്ലതും തടയിട്ടിറങ്ങനത്തെ കൊറിയ ഹിരിയങ്ങ ഭയസന്മാര് കുറെ പക്കത്തല്ല ഞങ്ങൾ ഉടാറും അങ്ങനെ ഇക്കാലം. അല്ലാഹുവേ ഈ റായത്തുള്ള ഹിരിയങ്ങ അങ്ങനെ നല്ല സുന്നത്ത് ജമാഅത്ത് നല്ല പ്രൗഢിയുള്ള ഹിരിയങ്ങളാക്കിയിട്ട് ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തുള്ള നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നീ
കൊടുത്തു സന്തോഷിപ്പിക്കണു റഹ്മാനേ. ഈ റായത്ത് പ്രൗഢിക ബേനായിട്ട് സുന്നത്ത് ജമാഅത്ത് ബേനായിട്ട് എല്ലാ ഹൈറ് ബേനായിട്ട് ഓടി നടക്കണങ്ങത്തെ ബാലക്കാർ ഇത്ര നല്ല മജ്ലിസ് ഉണ്ടാക്കിയ സഹായിച്ച സഹകരിച്ച ಅದಕ್ಕೆ ಪ್ರೋತ್ಸಾಹ ಕೊಡುಕಡಗಂತ ಉಮ್ಮಮಾರು ಓಡರಂಗಂತ ചെറിയ മക്ക ಇದಕ್ಕೆ ನೇತೃತ್ವ ಕೊಡುಕಡೆ ಆಲಿಮೀಗ ಎಲ್ಲರಿಗೂ വലിയ ಖೈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും സന്തോഷവും മനസ്സമാധാനവും നീ കൊടുക്കൂ റഹ്മാനേ. ഈ ഖിയാമത്ത് നാളുതോളം ഞങ്ങളെ മക്ക എല്ലാം സുന്നത്ത് ജമാഅത്തിനായി പോണം. ഏതെങ്കിലും ഒരു ഫിത്ന വന്നുപോയെങ്കിലും, ഏതെങ്കിലും ഒരു സലഫി വന്നുപോയെങ്കിലും, ഏതെങ്കിലും ഒരു വഹാബി വന്നുപോയെങ്കിലും, ഏതെങ്കിലും ഒരു ബിദ്അത്ത് കൊടി ഞങ്ങളുടെ കുടുംബത്തിൽ വന്നുപോയെങ്കിൽ അത് കുടുംബത്തിന് വലിയ മോശ, അത് കുടുംബത്തിന് വലിയൊരു ക്യാൻസർ വന്ന പോലെ, അത് കുടുംബത്തിന് വലിയൊരു വൈറസ് വന്ന പോലെ, അത് കുടുംബത്തെ ബറക്കത്ത് നഷ്ടപ്പെടൂ, കുടുംബത്തെ ഐക്യ നഷ്ടപ്പെടൂ. നമുക്ക് താജുൽ ഉലമ കാട്ടി തന്നങ്ങത്തെ തിരുണ്ടു, നല്ല കിതാബ് തിരിഞ്ഞങ്ങത്തെ താജുൽ ഉലമ, ഖുർആൻ തിരിയിടങ്ങത്തെ താജുൽ ഉലമ, ബുഖാരി തിരിയിടങ്ങത്തെ താജുൽ ഉലമ, വലിയ കിതാബല്ല കാണാണ്ട ദർസെടുത്തങ്ങത്തെ താജുൽ ഉലമ, ഖുർറത്തു സാദാത്ത് പോലെയുള്ള ആത്മീയ നേതാക്കന്മാർ, വലിയ ആലിമീങ്ങളും മഹാന്മാരും, താജുൽ ഫുഖാഹ് ബേഖുൽ ഉസ്താദും ശറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് പോലെയുള്ള ഞങ്ങളെ ഹിരിയകം മഹാന്മാരായ സൈനുൽ മുഹഖഖീൻ ത്വാഹിറുൽ ആദിൽ തങ്ങളും പ്രസൂട്ട് തങ്ങൾ ഉസ്താദും നൂറുൽ ഉലമ പോലെയുള്ള മഹാന്മാർ അങ്ങനെ ചിരിച്ചുകൊണ്ട് മരിച്ചതുപോലെ അങ്ങ് പോയ സ്വർഗ്ഗത്തങ്ങളെ പെറുത്തും പോണം. സുൽത്താനുൽ ഉലമനെ കണ്ടില്ലേ? 90 വയസ്സിലും തിളങ്ങുട മുഖത്തോടെ ചാവും പോലും ഊണും ഉറക്കും പൊട്ടിട്ടു ലോക ഇടയിൽ ചുറ്റിയോണ്ടുള്ള ഒരു വല്ലാത്ത നേതാവ്. എത്ര വലിയ നിഅമത്തല്ലേ റബ്ബ് നമുക്ക് തന്നത്. ആ സുൽത്താനുൽ ഉലമയുടെ മകനോകളുള്ളൊരു നിഅമത്ത് എന്റെ കാശ്മീരത്ത് പോയ നാനുമിഞ്ഞാണ്ട് 40 പണ്ട് സ്കൂളുകളായിട്ട് ഇവിടെ ഉസ്താദര ശിഷ്യന്മാരുണ്ടാക്കിയത് ഹരിയാനത്തിലുണ്ട്, ഡൽഹിയിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, യുപിയിലുണ്ട്, അസ്സാമിലുണ്ട്, ബിഹാരത്തിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, ഉത്തരാഖണ്ഡത്തിലുണ്ട്, മഹാരാഷ്ട്രത്തിലുണ്ട്, ആന്ധ്രാപ്രദേശിലും തെലങ്കാനത്തിലും ഗുജറാത്തിലും കർണാടകത്തിലും പിന്നെ ചെല്ലണ്ടല്ലേ ഇങ്ങനെ തമിഴ്നാടുത്തോളൂ കർണാടകത്തെ ഇന്ത്യത്തെ ഏത് മൂലക പോയെങ്കിലും ഉസ്താദര ശിഷ്യന്മാര് അങ്ങനെ ശിഷ്യന്മാര് ഒരു മനുഷ്യരെ കൊണ്ട് എന്തെല്ലാം സാധ്യമുണ്ടാ അതെല്ലാം ബാക്കി തീർത്ഥകത്തെ എന്നിട്ടും നല്ല പ്രൗഢിയോടെ ചിരിച്ചു നിൽക്കട ഒരു സുൽത്താൻ. അത് അള്ളാഹു തന്നത്തെ വലിയ നിഅമത്ത്. ഇന്നലെല്ലാം മിഞ്ഞാന്റെ അസർഗണ അവിടെ പോയ അത്ഭുതപ്പെട്ടു പോയ സുബൈക്ക് പോകുമ്പത്തു വലിയ ബുഖാരിയുടെ മജ്ലിസിലുണ്ട് ഉസ്താദ്. ബുഖാരിയുടെ മജ്ലിസ് ഇങ്ങനെ കളിയുമ്പത്തു 7-8 ഫാമിലി ഇങ്ങനെ വന്നൊരു എന്തരെ നിക്കാഹ് ആക്കുകയായിട്ട് ഞങ്ങളെ മക്കളും നിക്കാഹ് ഉസ്താദിന്റെ കയ്യിലാമോണ് ചെന്നിട്ട് മർക്കസ് കുട്ടികൊണ്ട് പണ്ടാറ് 7-8 ഫാമിലി അവിടെ വന്നൊരു അങ്ങനെ നിക്കാഹ് ആക്കിയിട്ടാകുമ്പത്തു ഒരു ടീം ബന്ധങ്ങളുടെ മീറ്റിംഗ് ആക്കിയിട്ടും വേറൊരു ടീം ബന്ധ മീറ്റിംഗ് ആക്കിയിട്ടും സാർവജനിക കുറെ ആൾമാർ വന്നാൽ അങ്ങനെ കൈ കൊടുത്തിട്ടായാലും പിന്നെ ഒരു ഗണ്ടയായിട്ട് ഉസ്താദത്തിൽ ഇങ്ങനെ കിടന്നൽ പിന്നെ പാടം ഒരു 2 ഗണ്ട എഞ്ചിത്ത് നിസ്കരിച്ചിട്ട് ചോറുണ്ടൽ പിന്നെ പാടം കുറയാൽ മാറുന്നാറ്. എന്നിട്ട് നമുക്ക് 5 ഗണ്ടയായിട്ട് ടൈം തണ്ടേയും 1 മിനിറ്റ് റെസ്റ്റ് ഇല്ലാണ്ട് ഈ 90ാമത്തെ വയസ്സിൽ ആ നിറച്ചിഞ്ച് ചിരിയോടെ ഇങ്ങനെ നസിഹത്ത് ചൊല്ലുമ്പോൾ 5 ഗണ്ട അസർ സുബൈത്ത് പിടിച്ചിട്ട് അസറത്തോളം ആൾമാർ അങ്ങോട്ട് മുണ്ടിട്ട് എസ്എസ്എഫിയുടെ നേതാക്കന്മാർ ബന്ധനാണ് ചൊല്ലുമ്പോഴത്തേക്കും ഒരു ഗണ്ട ഇങ്ങനെ ഖുർആനും ഹദീസും സുന്നത്ത് ജമാഅത്തും ചെന്നിട്ട് ഇങ്ങനെ നസിഹത്ത് എന്നിട്ട് ചെല്ലി നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കണം. പാലക്കാർക്കല്ല സുന്നത്ത് ജമാഅത്ത് പരിപാട്ടാണ്. ഇങ്ങനെ ചെന്ന് നസിഹത്ത് ഇങ്ങനെ ഉസ്താദ് നിപ്പാട്ടില്ല ഹാദിമീങ്ങ ചൊല്ലത്തോലെ ഇങ്ങനെ നസിഹത്ത് ചെന്നുകൊണ്ടുണ്ട് ഉസ്താദ്. എന്നിട്ട് എല്ലാവർക്കും ബന്ധങ്ങൾക്കെല്ലാം പൈസ കൊടുത്തിട്ട് എന്തോ ബർക്കത്തുള്ള ആലിമീങ്ങ അങ്ങനെ സ്വർഗത്ത് പോകുക സാധ്യല്ല ചെല്ലി. അപ്പൊ നമുക്ക് ഖുർആനും ഹദീസും ആയത്തും എല്ലാം ഒന്നില്ലെങ്കിലും ആ മഹാന്മാർ ജീവിച്ചത് ഞങ്ങൾ കണ്ട അതുപോലെ ജീവിച്ചിട്ട് ഞങ്ങൾ സ്വർഗത്ത് പോകാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.